ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എവിടെ പോവാ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മെക്സിക്കോ പോയായിരുന്നു. അപ്പോൾ അതുപോലെ ചെറിയൊരു വെക്കേഷൻ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തു. പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ ഒരു 3 വീക്സ് ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പൂണ്ടക്കേന, നമ്മൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ് ഇപ്രാവശ്യം പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ മെക്സിക്കോ ആയിരുന്നു, ഇപ്രാവശ്യം നമ്മൾ കരീബിയൻ കൺട്രി തന്നെ, പക്ഷേ ഡൊമിനിക്കൻ റിപ്പബ്ലിക്. ഏകദേശം ആ ഒരു ട്രോപ്പിക്കൽ ഏരിയ തന്നെ വരുന്നതാണ്. കരീബിയൻ കൺട്രി ചൂസ് ചെയ്തതിന്റെ വലിയൊരു അമ്മള് പറ്റിയിട്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഇവർ എയർലൈൻസ് ഒരു റൂൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെക്ക് ഇൻ ബാഗ് അല്ല ക്യാരിയൻ ബാഗേജ് അല്ലേ, നമുക്ക് ബാക്ക് പാക്ക് പറ്റത്തില്ല എന്ന് റൂൾ വന്നു. നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അതിനുശേഷം വന്ന റൂളാണ്. അപ്പോൾ ഞങ്ങൾ അത് കാരണം ഞങ്ങൾ ബാക്ക് പാക്ക് എടുത്തില്ല. എല്ലാ വട്ടവും വലിയ ബാഗ് എടുക്കുന്നത് ഞാൻ, ഈ വട്ടം ഒരു കുരുട്ട് ബാഗ് എടുത്തത്. കുരുട്ട് ബാഗൊക്കെ ആയിട്ട്. അപ്പോൾ ക്യാരിയൻ ബാഗേജ് കൊണ്ട് നമ്മൾ വന്നു. ഒരു ചെക്ക് ഇൻ ബാഗേജും ഉണ്ടായിരുന്നു. ചെക്ക് ഇൻ ടൈമിൽ അവർ പറഞ്ഞു നമുക്ക് ക്യാരി ഓൺ അലൗഡ് അല്ല. ഇപ്പം ബേസ് പ്രൈസിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ബേസിക് ഫെയറിൽ നമ്മൾ എടുത്തതുകൊണ്ട് ആക്ച്വലി ഇത് നമുക്ക് ബേസിക് ഫെയർ ആണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. കാരണം മറ്റേത് ഇത് ഏതാ അതിനെന്നതാ പറയുന്നത്, ഇപ്പം നമ്മൾ എടുത്ത പാക്കേജിന് ഓൾ ഇൻക്ലൂസീവ് പാക്കേജിന് നമുക്കൊരു ടിക്കറ്റിൻ്റെ ഓപ്ഷൻ കണ്ടു. നമ്മൾ ബെസ്റ്റ് ഡീൽ കണ്ടപ്പോൾ അത് ബുക്ക് ചെയ്തു. പക്ഷേ അത് ബേസ് ഫെയർ ആണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അതിനകത്ത് നമുക്ക് ക്യാരി ഓൺ ബാഗേജ് നമുക്ക് ചെക്കിനായിട്ട് കയറ്റി വിടാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ പൈസ അടച്ച് കയ്യിൽ കരുതാം എന്ന് പറഞ്ഞപ്പോൾ പോലും ആക്ച്വലി അവർ ഇതുവരെ ആക്കിയിട്ടില്ല. അത് ഗ്രേസ് പീരീഡിൽ നിൽക്കുകയാണ് എന്നാ പറഞ്ഞത്. നമ്മുടെ ക്യാരി ഓൺ ബാഗേജിന് ആക്ച്വലി ചെക്കിനായിട്ട് അവർ ഫ്രീ ആയിട്ട് കയറ്റി വിട്ടു. പക്ഷേ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഞങ്ങളെ 1-2 സാധനങ്ങളുണ്ടായിരുന്നു അതിൽ കയറ്റി വിടാൻ പറ്റാഞ്ഞ്. അപ്പോൾ അതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഇനി അതുവരെ ട്രാവൽ ചെയ്യാനായിട്ട്. ഐപാഡ്, നമ്മുടെ മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ചെക്കിൽ കയറ്റി വിടാൻ പറ്റില്ല. അതൊക്കെ കയ്യിൽ പിടിക്കാൻ. വേറെ കാര്യം, നമ്മൾ ഇത് ഐപാഡിൽ കാണാനായിട്ട് ഫിലിംസ് എല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ ആ ബാഗിൽ നിന്ന് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഹെഡ്ഫോൺസ് എടുക്കാൻ മറന്നുപോയി. അതെ, അമ്മുവിൻ്റെ ഹെഡ്ഫോൺ ആണെങ്കിൽ എൻ്റെ ഹെഡ്ഫോൺ രണ്ടും നമ്മൾ പിന്നെ കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ബേസിക് ഫെയർ ആയതുകൊണ്ട് നമുക്ക് സീറ്റ്സ് അവർ അലൊക്കേറ്റ് ചെയ്ത സീറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ അഡീഷണൽ $60, $40 ഒക്കെ പേ ചെയ്യണം. ഹാലിഫാക്സ് മോൺട്രിയലിൽ നിന്ന് പിന്നെ നമുക്ക് പൂണ്ടക്കേന പോകുന്നു അല്ലേ. അപ്പം പക്ഷേ നമുക്ക് മോൺട്രിയൽ വരെ ഒരുമിച്ച് സീറ്റ്സ് കിട്ടി. പക്ഷേ അവിടെ നിന്ന് ഒരു 4 hours നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും സീറ്റ്സ് ആണ്. പക്ഷേ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിരിക്കും. കുഴപ്പമില്ല, 4 മണിക്കൂർ സ്വസ്ഥമായിട്ടിരിക്കാം. ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ എന്തല്ലേ പോയി അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ബേസ് ഫെയർ ബുക്ക് ചെയ്യരുത്. ബുക്ക് ചെയ്താൽ കുഴപ്പമില്ല, ഒരു ബാക്ക് പാക്ക് എടുത്താൽ മതി. പക്ഷെ റൂൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവർ പറഞ്ഞ് ഈ 2025 ജാനിലാണ് റൂള്, ഇപ്പോഴത്തെ റൂള് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം 7 മാസം 8 മാസം. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെ ട്രാവൽ ചെയ്തില്ലല്ലോ, അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. കരീബിയൻ കൺട്രി ആയതിന്റെ പ്രശ്നം, അതായത് US ആൻഡ് കരീബിയൻ കൺട്രീസ്, ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ റൂള് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ, നാട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് യാത്രയോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമ്മളെ പഴയ വ്ളോഗ്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാതിരിക്കാം, എപ്പോഴും അത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇൻ കേസ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണിക്കാൻ തോന്നുവാണെങ്കിൽ നമ്മൾ കാണിക്കാം. ഇല്ലെങ്കിൽ നമുക്കിനി നേരെ ഡൊമിനിക്കനിലെത്തിയിട്ട്. കാരണം ഇപ്പോൾ സമയം എത്രയാണ്? 3:45. നമുക്ക് 5:45 ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഒരു 5 മണി 5:15 ആകുമ്പോൾ ബോഡി ആയിരിക്കും. അതുവരെ ചുമ്മാ എവിടെയൊക്കെ നടക്കുന്നു. അതിന് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഫ്ലൈറ്റിലൊന്നും കാണിക്കത്തില്ലല്ലോ, ഫ്ലൈറ്റിലൊന്നും കാണിക്കുന്നില്ല, നമ്മൾ സ്കിപ്പ് അടിക്കുക. അതെ, നമുക്ക് മോൺട്രിയൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ അതെ, നമ്മൾ മോൺട്രിയൽ എയർപോർട്ട് എത്തി. നമ്മുടെ ഉറക്കമായി ചെറുതായിട്ട്. ഫ്ലൈറ്റ് ഇതാ വരികയാണ്. ചൂട് ഒരു രക്ഷയില്ല, ചൂടാട്ടോ. ഇത് കണ്ടോ, ഇത് ആ കാണുന്ന എയർപോർട്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന എയർപോർട്ട്, ഇതെല്ലാം നമ്മുടെ ഓലമേഞ്ഞ എയർപോർട്ട് പോലത്തെ. നമ്മൾ പുറകെ നിൽക്കുന്നതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ആണേ, ആ ബാക്കിലുള്ള. നല്ല രസമുണ്ടല്ലോടാ. ഇത് കൂടെ അങ്ങോട്ട് പോകുമ്പോഴേ നല്ല അടിപൊളിയല്ലേ. ബാക്കി വിശേഷം നമുക്ക് എയർപോർട്ടിനകത്ത് കയറി കാണാം. ചൂട് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ടാകുമ്പോൾ ചൂട് അല്ലേ. അമ്മേ, ഒരു പെട്ടി കണ്ട്. കുരുട്ടെന്താടാ? ഇരിക്കുന്നു അങ്ങ്. നീ എടുത്തിട്ട് വാ, അതെടുത്തോ.
ഫൈനലി കിട്ടിയടോ. ഇത് കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഇത് കിട്ടുമെന്ന് വിചാരിച്ചല്ല. അല്ല ആദ്യം അതാ കണ്ടേ, ഇത് കണ്ടില്ല. ഇവനെ ഇനി കുരുട്ടിനിടയ്ക്ക് എവിടെ കാണാനാ. അങ്ങനെ എന്തായാലും ലാസ്റ്റ് അത് സംഭവം കണ്ടുപിടിച്ച്. ഇവിടെ എയർപോർട്ട് നോക്കടാ, ഓല, നമ്മുടെ ഓല. ഇതെന്ത് സംഭവം അറിയോ? ഈ ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് വലുപ്പം കണ്ട, ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാഗേജ് എല്ലാം കളക്ട് ചെയ്തു. കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്യാബ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം അല്ലേ? പോയാലോ? സോ നമ്മളെ പിക്ക് ചെയ്യാനുള്ള ആളെ നമുക്ക് കിട്ടി കേട്ടോ. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഒടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾ പറയില്ല ഇങ്ങനെ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയില്ലേ, അതാണിപ്പോൾ. സോ അപ്പച്ചൻ നമ്മളെ എങ്ങോട്ടേക്കോ കൊണ്ടുപോവാ. ചിലപ്പോൾ നമ്മളെ ഡ്രൈവറിൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ ജോ? എന്തായാലും എടാ, ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നേ? ഫുഡില്ലായിരുന്നു, അതാണ് ഞങ്ങൾക്ക് പറ്റിപ്പോയത്. ഞങ്ങൾ വെച്ച് ഫുഡ് കിട്ടുമെന്ന്. 4 hours നമുക്ക് 2 വട്ടം ജ്യൂസ് നിന്നങ്ങ് ഒതുക്കി. എന്തായാലും കുഴപ്പമില്ല. ഇനി നേരെ പോവുക, ഒന്ന് ഫ്രഷ് ആവുക, പോയി കഴിക്കുക. സോ ഫൈനലി നമ്മളൊരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടായിട്ടോ ബുക്ക് ചെയ്തിരുന്നേ. അങ്ങനെ കിട്ടി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് 20 minutes ഉണ്ട്. നമ്മളിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. അതെ അതെ അതെ. എടാ ഇതും which one? Okay, all right. Okay, Blue Mall, right? ഫൈനലി നമ്മൾ നമ്മുടെ എവിടെയാണ് എത്തിയ? ലോപേസാൻ. Yeah, that's Lopesan Costa Bravo, right? Nice, finally. 20 minutes നമ്മൾ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട്. പെട്ടെന്ന് വന്നല്ലേ? Yes. അതെ. വെള്ളച്ചാട്ടം കൊണ്ട് എവിടെ മറ്റേ പോലെ തന്നെ കേട്ടോ. പ്രൈവറ്റ് ആണ്. അതുപോലെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ ഒരു പോസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് പോണം. ആരെങ്കിലും വന്നാ ഇവിടെ? ഓക്കെ. ഭാഷ ഏതാടാ? So, what is the language that you speak here? Spanish. Spanish, oh, okay. Spanish, okay. All right. So, നമ്മളെ എത്താറായി. എടാ മറ്റേ അതിന്റെ പേരെന്തായിരുന്നു നമ്മൾ പോയതിന്റെ? Dreams Nature. അതുപോലെയൊക്കെ തന്നെയല്ലേ? നല്ല ഭംഗി. നടക്കാനൊന്നും പറ്റൂല കേട്ടോ അങ്ങോട്ട്. തളർന്നു പോകും നമ്മൾ. അടിപൊളി. അജു, റെഡി? ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, ലൊപ്പേസാൻ. ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അല്ലേ? എടാ ഇവിടെ റാവിസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി ചെക്കിനൊക്കെ ചെയ്തിട്ട് റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവർ ചെക്ക് ഇൻ ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് പതിയെ പ്രോപ്പർട്ടി ടൂറൊക്കെ നമുക്ക്. അടിപൊളി. എടാ താങ്ക് യു. നിന്നെ അടുത്ത് കാണുമായിരിക്കും. അയ്യോ, എന്നെ ഇങ്ങനെ അടുത്ത് കാണിക്കണ്ടായിരുന്നു. നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. അടിപൊളിയുടെ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ. എടാ ആക്ച്വലി ഇത് ഞാൻ ബുക്ക് ചെയ്യാൻ കാരണം ഒരുപാട് റിവ്യൂസ് ഉള്ള പ്രോപ്പർട്ടി ആയിരുന്നു. ഇതൊക്കെ നോക്കി ചേർക്കൊക്കെടാ, നമുക്ക് ഒരു കോഫിയൊക്കെ പിടിച്ച് ഇവിടെ വന്നൊക്കെ ഇരിക്കണം കേട്ടോ. ഇതാട്ടോ നമ്മുടെ കീ. നമുക്ക് ആക്ച്വലി മറ്റു കീ ഒന്നുമില്ല, ഇതേപോലത്തെ സംഭവമാണ്. ഇത് നമ്മൾ നേരെ 1332 അല്ലേ ഇവിടെ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ബാൻഡ് അവിടെ ടാപ്പ് ചെയ്യാം. യെസ്, ഓപ്പൺ ദി ഡോർ. ലൈറ്റ്സ് ഓൺ. ഇത് എടുത്തോ. ഈ ബാഗിന്റെ എണ്ണ മറന്നു. ലൈറ്റ്സ് ഓൺ. എങ്ങനെയുണ്ട്? അടിപൊളി. കേറി വരുമ്പോ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ബാത്റൂമാണ് ഗൈസ്. ബാത്റൂം എന്തൊക്കെടാ? എടാ ഇത് ഒക്കെ നല്ല രസമുണ്ട്. അത് ഒരു കോമൺ ഒരു ഏരിയ പോലെ. ടോയ്ലറ്റ് ഇവിടെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് വാഷ് ഏരിയ ആയിരിക്കും. നൈസ്. ഇത് വാഷ് ഏരിയ കൊള്ളാവേ. നൈസ് ആയിട്ടുണ്ടല്ലോ. ആവശ്യമില്ല, ഒരു വഴിക്ക് പോകല്ലേ. ഇതാണ് ഏറ്റവും വേണ്ടത്. വലിയൊരു മിറർ ഉണ്ട്.
അതെ, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലോസറ്റ് ഉണ്ട്, വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്ലോസറ്റ് ഉണ്ട്. എടാ അയൺ ബോക്സ് ഉണ്ടോ? അയൺ ടേബിൾ ബോക്സ് ടേബിൾ ഉണ്ട്. അപ്പൊ ബോക്സ് കാണാൻ ചാൻസ് ഉണ്ട്. അല്ല അവർ തരും ചോദിക്കുമ്പോ അവർ കൊടുത്തു തരൂടാ. ചോദിക്കാം, കാണാം ഇവിടെ ഡ്രോയിൽ എവിടെയെങ്കിലും കാണും ചിലപ്പോഴേ. റൂം എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? ഞാൻ അന്ന് വിചാരിച്ചേ നമ്മൾ കഴിഞ്ഞ വട്ടം നിന്ന പോലത്തെ സംഭവങ്ങളുടെ റൂമായിരിക്കും. നല്ല ഇറ്റ്സ് ഡിഫറെന്റ്. ഇറ്റ്സ് ഗുഡ് റൈറ്റ്? ബെവറേജസ് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഹോട്ട് ഉണ്ടോടാ? ഹോട്ട് ഇല്ല. ഉണ്ട്, ബിയർ ഉണ്ട്. ബിയർ ബിയറാന്ന് തോന്നുന്നത്. ഇത് നമുക്ക് കൊണ്ടുപോട്ടാ. റൂമില് വിളിച്ചു പറഞ്ഞല്ലേ കൊണ്ടുവരും. നൈസ്, കൊള്ളാം. ലൈറ്റോടെ സ്വിച്ച് ഓക്കെ പോയി, എല്ലാം പോയി. അതിന്റെ സ്വിച്ച് എവിടെ കാണവിടെ? ഇത് ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ടുണ്ടേ. എടുത്ത് നമ്മുടെ ബെഡ് ഏരിയ. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേയുടെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ. ലെറ്റ്സ് ഗോ അമ്മു. യെസ്, വലിച്ചൊടിക്കൂടെ? പ്രൈവറ്റ് സ്വിമ്മർ ഏരിയ. അതെ, നമുക്ക് ഡയറക്റ്റ് റൂമിൽ നിന്ന് തള്ളി കിട്ടെ അമ്മു. അടിപൊളിട്ടോ. ഇതുണ്ടോ? അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ റൂംസിനും റൂംസൊന്നും അങ്ങനെ നമ്മുടെ പൂളിലോട്ട് ഇറങ്ങാനായിട്ട് ഇത് മറ്റേ ഇൻഫിനിറ്റി പൂൾ പോലെ സെറ്റ് ചെയ്ത് കാണാൻ നൈസായിട്ടുണ്ടേ. കൊള്ളാം, നല്ല. നമുക്കേ പെട്ടെന്ന് ഡ്രസ് നല്ലിട്ട് കഴിക്കാൻ പോയല്ലോ. ഞാൻ ഇവിടെ ഒരു സിറ്റി ഏരിയ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ എടുത്തൊന്ന് അഞ്ച് കുളിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. നീ ബാ, നമുക്ക് അത് കഴിക്കാം. വിശക്കുന്നു. കാരണം നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റ് നമ്മൾ ചതിച്ചതുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് അടിക്കാൻ പോവാം. അതെ, എല്ലാം അടിപൊളിയാണേ. എടാ ലോക്കർ ഉണ്ടോ നോക്കടാ? ഉണ്ടല്ലേ. ലോക്കർ നമ്പറൊക്കെ എന്തായിരിക്കും? നമ്മൾ സെറ്റ് ചെയ്യണമായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം ദ വാലി അമേരിക്കൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇത്. ഓ മോനെ, എന്തൊരു ആംബിയൻസ് ആണ് അമ്മു. എടാ നമുക്കിതല്ലാതെ ഓൺ വോയിസ് കൊടുക്കേണ്ടി വരും കേട്ടോ. സോ അജു ഓർഡർ ചെയ്തത് എന്തായിരുന്നു അജു? ഞാനൊരു ഫുൾ ബർഗർ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് ടെരിയാക്കി ചിക്കൻ. ഓക്കെ, അപ്പം ഇനി കഴിക്കല്ലേ? ഓക്കെ, ഞാൻ ആക്ച്വലി നമ്മൾ ഈ റിസോർട്ടിനെ കുറിച്ച് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു റിവ്യൂ മീൻസ് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റിവ്യൂ കേട്ട ഒരു സ്പോട്ടാണ് കേട്ടോ. ബാവറോ കോഫി എന്നാണെന്ന് തോന്നുന്നു ഇത് പറയുന്നത്. ഇവിടുത്തെ കോഫികൾ മസ്റ്റ് ട്രൈ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. വാവ്, ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ലൈക്ക്. അപ്പം ഞങ്ങൾ 2 ഐറ്റം അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് വേണ്ടേ. അർജുൻ ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. അജിപ്പാ എന്തുവാടാ പറഞ്ഞേ? ക്യാരമൽ കഫേ. ഞാൻ ഇത് ചോക്ലേറ്റ് ഫ്രാപ്പയോ എനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ക്യാരമൽ അങ്ങനെ എന്തോ. എടോ ആംബിയൻസ് എങ്ങനെ ഉണ്ടോ? ഓഫ് ടൈം ആയതുകൊണ്ട് ഇവിടെ തിരക്കില്ല കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടത്തേക്കാളും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നല്ലേ. അടിപൊളി കേട്ടോ, ആംബിയൻസ് രക്ഷയില്ലേ. ഇതാണ് ദ എൻറ്റയർ സ്റ്റോർ. അടിപൊളി. ഉണ്ട് അവിടെ കണ്ടോ ഒരു സംഭവങ്ങളിങ്ങനെ കോഫിയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ. കുടിച്ചാലോ? അത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാമേ. അജിപ്പാ കുടിച്ചോ? എങ്ങനെയുണ്ട്? അതൊന്ന് മിക്സ് ചെയ്തോട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാം. സ്വീറ്റ് മധുരം ഉണ്ടോന്ന് വെച്ചാൽ മധുരം ഉണ്ട്, പക്ഷേ ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. അതെ, ഒരു ന്യൂട്രൽ ടേസ്റ്റ്. അതെ, പക്ഷെ എന്നാലും കൊള്ളാം. ആ കാരമൽ ടേസ്റ്റ് നല്ല രസമാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കുടിക്കട്ടെ കേട്ടോ.
ഒന്നില്ലേ അത് ഞാൻ പറഞ്ഞേ ആ ടേസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ഒന്ന് സെൻസ് ചെയ്യാൻ അടിച്ച് സമയം എടുക്കും. ഭയങ്കര മധുരമല്ല എന്നാ ഓക്കെ ഗുഡ്. ഓക്കെ അപ്പൊ നമുക്ക് കുടിച്ചാലോ? എന്നിട്ട് നേരെ റൂമിലേക്ക് ഫ്രഷ് ആവണം. ഓക്കെ ശരി. അമ്മേ ചോക്ലേറ്റ് അല്ലേ കാരമൽ അല്ലായിരുന്നു നീ പറഞ്ഞത്? ഇല്ല ചോക്ലേറ്റ്, കാരണം അജു കാരമൽ പറഞ്ഞോണ്ട് ഞാൻ അത് പറഞ്ഞില്ല. ഇതെന്റെ ചോക്ലേറ്റ്. അമ്മേ എങ്ങനെയാ കോഫി? നല്ലല്ലേ? എല്ലാ ദിവസം രാവിലെയും വൈകിട്ടും ഓരോ കോഫികൾ ട്രൈ ചെയ്യാം. അതെ. ഒരൊറ്റ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തോളൂ, നമ്മൾ പെട്ടെന്ന് ആ ക്ലൈമറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴില്ല ഫസ്റ്റ് ഡേ അന്ന് മെക്സിക്കോയിൽ പോയപ്പോൾ ഓർമ്മയുണ്ടോ? ആദ്യ ദിവസം ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഫുഡും കഴിച്ചു കോഫിയും കുടിച്ചു, ഇനിയിപ്പോ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വെയിലില്ലെങ്കിൽ നേരെ നമ്മൾ പൂളിൽ ചാടാം. ഓക്കെ ഇവിടുത്തെ വരുന്ന അവനെ വേറെ നോക്കിക്കൊണ്ടിരിക്കുക. ചെവിയൊക്കെ പച്ച തരാം. റൂമിലേക്ക് പോകേണ്ട വഴി അറിയോ? അതറിയാം. നീ നേരെ പോയി ലെഫ്റ്റ് ഇട്, റൈറ്റ് ഇട്, അപ്പൊ എവിടെയെങ്കിലും ചെല്ലും. ഓക്കേ ലെറ്റ്സ് ഗോ. അർജുൻ ready? Yes, ready for the pool time. Yes. Let's go. തണുപ്പ് കാണില്ലടാ, 28 ആ കാണിക്കുന്നേ നൈറ്റ്. നോക്കി തുറക്കടാ. ആഹാ നൈസ് ആൻഡ് ഹോട്ടടാ. എങ്ങനെയുണ്ടാ? ഇവിടെ ലൈറ്റ് ഒന്നുമില്ലടാ. 1.3 മീറ്റർ ഉള്ള ഡൈവിംഗ് വേൾഡ്. എടാ 1.3 മീറ്റർ ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ വലിയ ആഴമൊക്കെ. ഇറങ്ങിക്കോ റൂമിൽ നേരെ എങ്ങനെണ്ടാ? ചൂട് വെള്ളടാ. ആണാ? എടാ ചൂട് വെള്ളടാ. അയ്യോ അപ്പൊ ഞാൻ മുങ്ങിപ്പോവല്ലോ. ഇങ്ങോട്ടൊന്നും ആഴമില്ല. എടാ ഇവിടെ ലൈറ്റ് ഇല്ലടാ. ഇല്ല എടാ എനിക്ക് ട്യൂബ് എടുത്തിടാ, ഞാൻ മുങ്ങിപ്പോവില്ല. ഇറങ്ങിക്കോ. മുങ്ങി ആ ഇല്ല. അത് ഇല്യൂഷൻ ആട്ടോ. അങ്ങനെ അറ്റം വരെ ഈ ഡെപ്ത് ഉണ്ട് തോന്നുന്നു. ഇത് ഡെപ്താ? ഓക്കെ. എടാ നല്ല ആംബിയൻസ് അല്ലേ? വാവ്. അതൊക്കെ മുകളിലുള്ള റൂം, അത് നമ്മുടെ റൂം അല്ലേ? ഓക്കെ ഇനി നേരെ പൂൾ ടൈം കഴിഞ്ഞിട്ട് എന്നതാ പരിപാടി? അജുനെ കാണാനില്ല. അജു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറിക്കൂ. ആ ഓക്കെ ഓക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവല്ലേ? അപ്പൊ ശരി. അജുവേ നമുക്കേ ഫുഡ് കഴിക്കാൻ പോയാലോ? 7:30 ആയി ടൈം. എടാ നീ ഇന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടടാ? നീ വന്നപ്പോ തൊട്ട് കരയെ കിടക്കുക. എടാ 10 o'clock വരെ ഉള്ളേ. എടാ 10 o'clock വരെ ഉള്ളേ. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഈവനിങ്സിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ബുഫേയിൽ പോകണ്ട. ഓക്കെ ബാ. റെഡി? ലെറ്റ്സ് ഗോ. അമ്മേ റെഡിയായോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് എവിടുന്നുള്ള ഡ്രസ്സാണെന്നറിയോ? എവിടുന്നാ? എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത്. അതെ പൊളിഞ്ഞു. സംഗതി ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞതാ. ഞാൻ തന്നെ കണ്ടുപിടിച്ചേ. അതെ നീ തന്നെ കണ്ടുപിടിച്ചത്. പക്ഷേ ഞാനിത് രാത്രി 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ. എന്തുവാ ഇത്? ആപ്പിൾ വാച്ച്. എന്തിനത്? എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓ യെസ്. താങ്ക് യു സോ മച്ച്. എടാ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലടാ. നോക്കട്ടെ തുറന്നേ. ഞാൻ അജുവിന്റെ ഇതെന്താ? സ്ട്രാപ്പ് ഉണ്ടാ? ഇൻക്ലൂഡിംഗ് സ്ട്രാപ്പ്. അതെ. യെസ്. എന്താ ഇവർ തരുന്നതാ? സ്ട്രാപ്പ് എക്സ്ട്രാ അതിന്റെ കൂടെ ഓർഡർ ചെയ്യുന്ന എക്സ്ട്രാ ആണ്. സ്ട്രാപ്പ് ലിമിറ്റഡാ. എങ്ങനെയുണ്ട് സ്ട്രാപ്പിന്റെ കളർ? എങ്ങനെയുണ്ട്? ഓ
ഈ സ്ട്രാപ്പിന്റെ പ്രത്യേകം എന്താ അറിയോ, ഇത് നിനക്ക് മാത്രമേ ഉള്ളൂ ഈ പാറ്റേൺ, യുണീക്കാ ഇത്. വേറൊരാൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ പാറ്റേൺ അല്ല, വേറെ കളർ പാറ്റേൺ ആണ്. ആൻഡ് ഇത് നമ്മുടെ LGBTQ കമ്മ്യൂണിറ്റി ഇല്ലേ, ഈ ഫണ്ട് അവർക്ക് ആവും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ യാ, കൊള്ളാടാ, നല്ല 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 കളർ. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ പേരാണ് എന്ത്, എൽ ചാറോ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. സോ എല്ലാം ഇവിടെ ഭയങ്കര ഡിം ലൈറ്റ്സ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഏത് റെസ്റ്റോറൻറ്റ് പോയാലും ഫുൾ ഡിം ലൈറ്റ്സ്. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കണോ? ഓക്കെ അമ്മേ, അപ്പൊ അവിടെ നിന്ന് മെക്സിക്കൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് അഹങ്കാരമാണോ? അഹങ്കാരം എടാ, പൈസ എടുക്കണ്ടല്ലോടാ, അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഡാർക്ക് ആണ്, സോറി ലൈറ്റ് ഒട്ടുമില്ല, പക്ഷെ നമ്മൾ സ്റ്റിൽ കാണാം. ഇവിടെ നമ്മൾ പോകുന്നത്. എടാ, ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്റെ പ്രോപ്പർട്ടി ഭയങ്കര ഡിം ലൈറ്റിംഗ് അല്ലേ? അതെ അതെ അതെ, അല്ല ഇതിൽ സംഭവം എന്താ അറിയടോ, ആ ഇതിന്റെ ഒരു ആംബിയൻസ് കണ്ടോ, ഭയങ്കര രസമുണ്ട്. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. എടാ അച്ഛനും അങ്ങോട്ട് ലൈറ്റിൽ എടുത്തിട്ട് പോകുന്നത് ഭയങ്കര ഇരുട്ടാണ് ഫേസ്. നീ അങ്ങോട്ട് കയറിക്ക്. വെച്ച് മാറ്റി തരും കേട്ടോ. അല്ലേ വന്ന് നടുവൊക്കെ പൊക്കു പക്ഷേ. അപ്പം ആക്ച്വലി നമ്മൾ ബൊഫേ ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഡെസേർട്ട് കഴിക്കാൻ. അവിടെ നല്ല ഡെസേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ല, ഉണ്ട് സാധനം, പക്ഷേ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അറ്റ്ലാന്റിക് ബൊഫേ അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ സീ. അത് ക്ലോസ്ഡ് അല്ലേ അമ്മു? അത് ക്ലോസ്ഡ് ആടാ, വാ കം ഔട്ട് ത്രൂ ദി അദർ വേ. എടാ അടച്ചെന്ന് തോന്നുന്നു, ആരും ഇല്ല കണ്ടോ. ക്ലോസ്ഡ് ആണോന്ന് ചോദിച്ചാൽ മതി. ഡെസേർട്ട് എല്ലാം തീർന്നതാണ് കേട്ടോ മോനെ, പോയി നോക്കാം വാ. നോക്കിയമ്മു, ശശികല ചാർത്തിയം സാരമില്ല ഗൈസ്, നമുക്ക് നാളെ വന്ന് കഴിക്കാം. വാ, ഇപ്പം നമുക്ക് നടക്കാം. സി ഇങ്ങോട്ട് വന്നേ, നമ്മൾ വേറെ കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ ഇവിടുത്തെ മാപ്പ്, ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടോ. അതിനകത്ത് ലൊക്കേഷൻ, വാട്ടർ പാർക്ക് ഉണ്ട്, മീറ്റിംഗ് പോയിന്റ് ഉണ്ട്, അറ്റ്ലാന്റിക് ബൊഫേ, ഇതാണ് നമ്മളിപ്പോൾ വന്നത്. കരീബിയ ഉണ്ട്, ബൊഫേ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറേ ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കണ്ടോ. ഇതെല്ലാം നമുക്ക് ഓരോ ട്രൈ ഉള്ളതാണ് ഗൈസ്. മൊത്തം 13 റെസ്റ്റോറൻറ്റ്സ് ആണ് നമുക്കുള്ളത്. പിന്നെ എത്ര 14 ബാറോ എത്ര ബീച്ച് ബാർസ് ഉണ്ട്, പിന്നെ അഡൾട്ട് പൂൾ ബാർസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വാ ലെറ്റ്സ് ഗോ. നമുക്ക് ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് പറ്റുന്നല്ലോ. അമ്മേ, നമ്മൾ ഈ നടന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ക്ലബിൻ്റെ ഉണ്ടാവും, വൈബ് ടീൻ ക്ലബ്ബാണ്, ടീനേജേഴ്സിൻ്റെ. എടാ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ആ ചെയർ ഒന്ന് നോക്കിയപ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കടാ. ആ ചെയർ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് അടി ഹോളോയാണേ. ആ ചെയറും ടീൻ ക്ലബ്ബാണ്, ഇതിൻ്റെ കുറെ കിളവികൾക്ക് പറ്റുന്നത്. നൈസായിട്ട് ആ ഇവിടെ കയറാം നമുക്ക്. ഇത് ഗെയിംസ്, കിഡ്സ് അല്ല, നമുക്ക് എല്ലാവർക്കും പറ്റും ഗെയിംസ്.